ഒരിക്കൽ ഒരു എഴുത്തുകാരൻ തൻ്റെ ഒരു പുസ്തകം ഇറക്കി, പ്രകാശനം ചെയ്തു. ആ പുസ്തകം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച് 1-2 മണിക്കൂറിനുള്ളിൽ ഇറക്കിയ പ്രതികളെല്ലാം വേഗത്തിൽ വിറ്റുപോയി. എല്ലാവരും ഈ പുസ്തകം അന്വേഷിച്ച് നടക്കുകയാണ്. പുസ്തകം എവിടെയും കിട്ടാനില്ല. ഇറക്കിയ പ്രതികളെല്ലാം പെട്ടെന്ന് കച്ചവടമായി. എന്താണിത്? പെട്ടെന്ന് എഴുതിയ ആൾക്കും പ്രസാധകർക്കെല്ലാം വളരെ കൺഫ്യൂഷനായി. അവസാനം എന്താണ് ഈ പുസ്തകം ഇത്ര വേഗത്തിൽ വിറ്റഴിയാൻ കാരണം എന്ന് നോക്കിയപ്പോൾ ആ പുസ്തകത്തിന്റെ പേരിങ്ങനെയായിരുന്നു, ഹൗ ടു ചേഞ്ച് യുവർ ലൈഫ് എന്നുള്ളതായിരുന്നു. എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാം എന്നുള്ളതായിരുന്നു ആ പുസ്തകം. എന്നാൽ അച്ചടി പിശക് കാരണം ചെറിയൊരു അക്ഷരം മാറിപ്പോയി. ഹൗ ടു ചേഞ്ച് യുവർ ലൈഫിന്റെ എല്ല് മാറി W ആയിപ്പോയി. ഹൗ ടു ചേഞ്ച് യുവർ വൈഫ് എന്നായിപ്പോയി. എങ്ങനെ നിങ്ങളുടെ ഭാര്യയെ മാറ്റിയെടുക്കാമെന്നായിപ്പോയി. എല്ലാവരും വളരെ ആകാംക്ഷയോടെ പോയി ആ പുസ്തകം മേടിച്ചു. എന്താണെന്നറിയാമോ? എങ്ങനെ ഭാര്യയെ മാറ്റിയെടുക്കാം. അപ്പം എല്ലാവർക്കും ഭാര്യ ഒരു പ്രമാണമാണ്. പലർക്കും എല്ലാവരും നിലവിലുള്ള ഭാര്യയെ ഒന്ന് മാറ്റി മറ്റൊരു ഭാര്യയെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണെന്നും പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ബൈബിൾ നൽകുന്ന കുടുംബജീവിതം, ഭാര്യമാരോട് പറയണ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരോട് പറയുകയാണ്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അപ്പോൾ സ്നേഹിക്കുന്ന ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഭാര്യ. വർത്തമാന സഭയിലെ ഒരു തിരുമേനിയുണ്ട്. അദ്ദേഹം കാലം ചെയ്തു പോയി, ക്രിസ്തോസ്റ്റൻ തിരുമേനി. തമാശക്ക് പറയുന്ന തിരുമേനിയാണ്. തിരുമേനിയോട് സഭയിലെ ഒരാൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ മകന് ജോസിന് പറ്റിയ പിള്ളേർ വല്ലതും ഉണ്ട്, പെൺപിള്ളേർ വല്ലതും ഉണ്ട്, നോക്കണം. തിരുമേനി ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നല്ലോ. ഓക്കെ, നോക്കാം. ഡിമാൻഡ് എന്താന്ന് പറഞ്ഞപ്പോൾ എന്നാ, നല്ല കുടുംബക്കാരായിരിക്കണം, നല്ല സാമ്പത്തികം വേണം, നല്ല വെളുത്ത ഇറക്കാനായിരിക്കും, നല്ല വിദ്യാഭ്യാസം വേണം, കുറേ ഐറ്റം പറഞ്ഞു. തിരുമേനി പറഞ്ഞു, നിർത്തിക്കോ. ഇത്രയൊക്കെ പറ്റിയ ഒരു പെണ്ണിനെ കിട്ടുകയായിരുന്നെങ്കിൽ ഞാൻ ഈ ലോഹ ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു എന്ന്. അർത്ഥം ഇത്രയാണ് തിരുമേനി ഉദ്ദേശിച്ചത്. എല്ലാം തികഞ്ഞ ഒരു ഭാര്യയില്ല, എല്ലാം തികഞ്ഞ ഒരു ഭർത്താവുമില്ല. രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ടാണ് അത് പൂർണ്ണതയുള്ളതായി മാറുന്നത്. അപ്പോൾ സ്നേഹിക്കുന്ന ഭർത്താവിന് കീഴ്പ്പെടുന്ന ഭാര്യ. ഹൗ ടു ചേഞ്ച് യുവർ ലൈഫ് നല്ലതാണ്, ഹൗ ടു ചേഞ്ച് യുവർ വൈഫ് നല്ലതല്ല. ആ ചെറിയ അക്ഷരപ്പിശകാണെങ്കിലും അത് വലിയ അർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ മതി വലിയ അപകടങ്ങൾ ഉണ്ടാകുവാൻ. അതുകൊണ്ട് എല്ലാവരുടെയും കുടുംബജീവിതം യേശുക്രിസ്തുവിൽ അനുഗ്രഹമായി മുൻപോട്ട് പോട്ടെ. എൻ്റെയും